Now we are discussing some important questions from the topics user-defined functions and scope and life of variables and functions. നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് 2 ടോപ്പിക്കാണ്. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ആൻസർ ചെയ്യുക എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when will you use void data type for function definition? ഫംഗ്ഷൻ ഡെഫിനിഷന് വേണ്ടിയിട്ട് വോയിഡ് ഡാറ്റ ടൈപ്പ് എപ്പോഴാണ് ഉപയോഗിക്കുക? വോയിഡ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? യെസ്, എപ്പോഴാണ്? വെൻ നോ വാല്യൂ ഈസ് റിട്ടേൺഡ് ഫ്രം എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂം റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ, നമുക്കറിയാം ഒരു ഫംഗ്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂ ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാലോ, റിട്ടേൺ ചെയ്യാലോ. അപ്പോൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഏതാണോ ടൈപ്പ് റിട്ടേൺ ചെയ്യുന്നത് ആ ടൈപ്പ് കൊടുക്കുക. ഏത് ടൈപ്പാണോ വെച്ചാൽ കൊടുക്കുക. ഇൻഡ് ആണെങ്കിൽ ഇൻഡ്, ക്യാർ ആണെങ്കിൽ ക്യാർ, അങ്ങനെ കൊടുക്കുക. ഇനി ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? വോയിഡ് കൊടുക്കുക. ഓക്കെ, വോയിഡ്. അപ്പോൾ ആൻസർ ഇസ് വോയിഡ്. ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ. വോയിഡ് ചേഞ്ച് ഓഫ് ഇൻറ്റ് എൻ. ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. ഒരു എന്നിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ അതിൽ വോയിഡ് കൊടുത്തിട്ടുണ്ട്. വോയിഡ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല, റിട്ടേൺ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് വോയിഡ്. സോ വോയിഡ് എപ്പോഴും ഉപയോഗിക്കാം? വെൻ നോ വാല്യൂ ഈസ് റിട്ടേൺഡ് ഫ്രം എ ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി, വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ വോയിഡ് ഉപയോഗിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ എക്സാമ്പിൾ എഴുതണ്ട, ഈ സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, 2 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സാമ്പിളും കൂടി എഴുതണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ലിസ്റ്റ് ദി 3 elements ഓഫ് എ ഫംഗ്ഷൻ ഹെഡർ. ഒരു ഫംഗ്ഷൻ ഹെഡറിൻ്റെ 3 ഘടകങ്ങൾ പട്ടികപ്പെടുത്തുക. ഒരു ഫംഗ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ എഴുതുന്ന ആദ്യത്തെ ആ ലൈൻ ഇല്ലേ, അത് നമ്മൾ പ്രോട്ടോടൈപ്പായിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലുള്ള ഒരു ഫംഗ്ഷൻ ഹെഡിങ്ങിലുള്ള 3 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ എലമെൻറ്റ് നോക്കൂ, വോയിഡ്. എക്സാമ്പിൾ നോക്കൂ, വോയിഡ് അല്ലേ ആദ്യം കൊടുക്കുക നമ്മൾ. ഇപ്പോൾ ഈ വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ടൈപ്പ് അല്ലേ? എന്ത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് അതാണ് ആദ്യം കൊടുക്കുക. അപ്പോൾ റിട്ടേൺ ടൈപ്പ്. രണ്ടാമത്തെ എലമെൻ്റ് ഏതാണ്? ഇവിടെ കൊടുക്കുന്നത്, അതിന് ശേഷം കൊടുക്കുന്നത് ഇതെന്താണ്? ഫംഗ്ഷൻ നെയിം അല്ലേ? ഫംഗ്ഷൻ്റെ പേര്. ചേഞ്ച്, പ്രോഡക്റ്റ്, സം, അവറേജ്, അങ്ങനെ ഏത് ഫംഗ്ഷനാണോ പേര് ഉപയോഗിക്കുന്നത് അതിനൊരു പേര് കൊടുക്കുക. രണ്ടാമത്തെ എലമെൻറ്റ്. ദെൻ ദി ലാസ്റ്റ് എലമെൻറ്റ് ഇസ് ഈ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് ഏതാണ്? ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് അല്ലേ? ബ്രാക്കറ്റിൽ എന്തിനാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്? ഈ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് വാല്യൂസ് പാസ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടാണ് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ 3 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ഈ എക്സാമ്പിൾ നിങ്ങൾ അങ്ങോട്ട് ഓർത്തിരുന്നാൽ മതി. Okay, these are the 3 elements. Which component is used for data transfer from calling function to called function? Calling function എന്ന് called functionലേക്ക് ഡാറ്റ അയക്കാൻ ഏത് എലമെൻ്റ് ആണ് ഉപയോഗിക്കുക? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഫംഗ്ഷന് 3 എലമെൻറ്റ്സ് ഉണ്ടാവും. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ അതിൽ ഏതാണ് ഉപയോഗിക്കുക? വാല്യൂ പാസ് ചെയ്യാൻ ഏതാ ഉപയോഗിക്കുക? യെസ്, ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. വാട്ട് ആർ ദി 2 പാരാമീറ്റർ പാസിംഗ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ C++? C++ ഉപയോഗിക്കുന്ന 2 പാരാമീറ്റർ പാസിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്? 2 രീതിയിൽ വാല്യൂസ് പാസ് ചെയ്തിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാം എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? യെസ്, കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ഓർ പാസ് ബൈ റെഫറൻസ്. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഒറിജിനൽ പാരാമീറ്ററും ഫോർമൽ പാരാമീറ്ററും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിന് ആക്ച്വൽ പാരാമീറ്റേഴ്സ് 2 ഇത് ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കുക, 3 മാർക്കിനൊക്കെ ആയിരിക്കും. അപ്പോൾ ആക്ച്വൽ പാരാമീറ്റർ എന്താണെന്ന് എഴുതണം, അതിനൊരു എക്സാമ്പിൾ എഴുതണം. ഫോർമൽ പാരാമീറ്റർ എന്താണെന്ന് എഴുതണം, എന്നിട്ട് അതിന് എക്സാമ്പിൾ. അപ്പോഴാണ് 3 കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക, 3 മാർക്ക്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ്. അത് എവിടെ ഉണ്ടാവുക? ഫംഗ്ഷൻ കോളിൽ. അപ്പോൾ ദി കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ ദി ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിൽ ഉപയോഗിച്ച വേരിയബിൾസ്, കോൺസ്റ്റൻസ്, എക്സ്പ്രഷൻസ്, അതിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. എന്ത് വേണമെങ്കിലും ആവാം, കോൺസ്റ്റൻ്റ് ആവാം, വേരിയബിൾ ആവാം, എക്സ്പ്രഷൻ ആവാം. ഇപ്പോൾ ഒരു ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തു, സം ഓഫ് എക്സ് കോമ വൈ. ഇതിലേതൊക്കെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്? യെസ്, എക്സും വൈയും. എക്സ് ആൻഡ് വൈ ആർ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇനി ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷനിൽ യൂസ് ചെയ്ത വേരിയബിൾസ്. അവിടെ വേരിയബിൾസ് മാത്രമേ ആകാവൂ.
ദി വേരിയബിൾസ് യൂസ്ഡ് ഇൻ ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ 2 ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പി ആൻഡ് ക്യൂ. ഇതാണ് ആർഗ്യുമെൻറ്റ്സ്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുത്ത വേരിയബിൾസിനെയാണ് ഫോർമൽ. ഹിയർ പി ആൻഡ് ക്യൂ ആർ ഫോർമൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഓക്കെ ആണല്ലോ. ഫംഗ്ഷൻ കോളിലായിരിക്കും ഒന്ന്, മറ്റത് ഫംഗ്ഷൻ ഡെഫിനിഷനിലായിരിക്കും. Next question, construct the function prototypes for the following functions. Total takes 2 double arguments and returns a double. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ടോട്ടൽ എന്നുള്ള ഫംഗ്ഷൻ, അതെങ്ങനെയാണ്? 2 ഡബിൾ ഡാറ്റ പാസ് ചെയ്യണം. റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കണം? ഡബിൾ ആയിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്ത്. ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എം ആണ്. മാത്ത് ടേക്സ് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഹാസ് നോ റിട്ടേൺ ടൈപ്പ്. ആർഗ്യുമെൻറ്റ്സും വേണ്ട, റിട്ടേൺ ടൈപ്പും വേണ്ട. ഒരു സിമ്പിൾ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതാം. ഒന്നാമത്തെ എന്തായിരിക്കും? ടോട്ടൽ. അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്? ഡബിൾ, 2 ഡബിൾ. റിട്ടേൺ ടൈപ്പ് ഡബിൾ. സോ ദി ആൻസർ ഇസ് ഡബിൾ ടോട്ടൽ അല്ലേ? ഡബിൾ ആണ് റിട്ടേൺ ടൈപ്പ്, ടോട്ടലാണ് ഫംഗ്ഷൻ്റെ പേരും, പിന്നെ 2 ആർഗ്യുമെൻറ്റ്സ് ഡബിൾ കോമ ഡബിൾ. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി ഇത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഡബിൾ ടോട്ടൽ ഡബിൾ എ കോമ ഡബിൾ ബി. ഇങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടും നമുക്ക് പ്രോട്ടോടൈപ്പ് എഴുതാം, വേരിയബിൾ ഇല്ലാതെയും ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡമ്മി ആർഗ്യുമെൻറ്റ്സ് പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് ഡമ്മി ആർഗ്യുമെൻറ്റ്സ്. അത് വെറുതെ കൊടുക്കുന്നതാണ്, അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ എഴുതാം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ക്വസ്റ്റ്യൻസിൽ ഫംഗ്ഷൻ്റെ പേര് തരുമ്പോൾ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതേപോലെ തന്നെ കൊടുക്കണം. ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. ഏതൊക്കെയാണോ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നിട്ടുള്ളത് അത് മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. കാരണം വി നോ ദാറ്റ് C++ ഇസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. കേസ് സെൻസിറ്റീവ് ആണ്. അപ്പർ കേസും ലോവർ കേസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം കൊടുക്കാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതേപോലത്തെ പേര് വേണം കൊടുക്കാൻ, അതേ പേര് വേണം കൊടുക്കാൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്ത്. ആർഗ്യുമെൻറ്റും വേണ്ട, റിട്ടേൺ ടൈപ്പും വേണ്ട. റിട്ടേൺ ടൈപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ എന്താ കൊടുക്കുക? നോ വാല്യൂസ് റിട്ടേൺഡ്, സോ വോയിഡ് അല്ലേ. അപ്പോൾ വോയിഡ് മാത്ത്, എം ക്യാപിറ്റലാണ്, മാത്ത് ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും വേണ്ട, സെമിക്കോളൻ. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻസർ, വോയിഡ് മാത്ത് ബ്രാക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി സ്കോപ്പ് ഓഫ് ഗ്ലോബൽ ആൻഡ് ലോക്കൽ വേരിയബിൾസ് വിത്ത് എക്സാമ്പിൾസ്. ലോക്കൽ വേരിയബിളിൻ്റെയും ഗ്ലോബൽ വേരിയബിളിൻ്റെയും എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചിലപ്പോൾ ചോദിക്കുക ഗ്ലോബൽ ഫംഗ്ഷൻ ലോക്കൽ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാനിവിടെ ആൻസർ തന്നിട്ടുള്ളത്. അതിൽ ലോക്കൽ വേരിയബിൾ ഉണ്ട്, ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്, ലോക്കൽ ഫംഗ്ഷൻ ഉണ്ട്, ഗ്ലോബൽ ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഹാഷ് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. കംപ്ലീറ്റ് പ്രോഗ്രാം ഒന്നുമില്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, അതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രം. എക്സാമിന് നിങ്ങളിങ്ങനെ സ്ട്രക്ചർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD. എന്നിട്ട് ഇവിടെ ഞാനിവിടെ ആദ്യം തന്നെ കൊടുത്ത് നോക്കൂ, ഇൻറ്റ് എക്സ്. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലല്ലാതെ പുറത്ത് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് മെയിൻ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുള്ളത് മെയിൻ ഫംഗ്ഷൻ്റെ മുമ്പെയാണ് ഈ ഫംഗ്ഷൻ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ മുമ്പ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതൊക്കെ എന്തായിരിക്കും? ഗ്ലോബൽ ആയിരിക്കും. അപ്പോൾ അതൊരു വേരിയബിളാണ്, സോ ഇറ്റ് ഈസ് എ ഗ്ലോബൽ വേരിയബിൾ. അതുപോലെ ഈ സം എന്നുള്ള ഫംഗ്ഷൻ അല്ലേ, സം എന്നുള്ള ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷന് മുമ്പ് ഡിഫൈൻ ചെയ്തു, അപ്പോൾ അതൊരു ഗ്ലോബൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ഈ ഗ്ലോബൽ ഫംഗ്ഷൻസും വേരിയബിൾസും ഈ കംപ്ലീറ്റ് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഗ്ലോബൽ ഫംഗ്ഷൻസും ഗ്ലോബൽ വേരിയബിൾസും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഇൻറ്റ് മെയിൻ, ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കണ്ടോ ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ഇൻറ്റ് വൈ എന്നുള്ളത് എന്താണ്? ഈ മെയിൻ ഫംഗ്ഷൻ കണ്ടോ, ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ, ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് വൈ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ഇൻസൈഡ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. സോ ഇറ്റ് ഈസ് എ ലോക്കൽ വേരിയബിൾ. അപ്പോൾ അത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ, മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ വൈ എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എക്സ് എന്നുള്ളത് ഇവിടെ ഉപയോഗിക്കാം, ഇവിടെ ഉപയോഗിക്കാം, ഇനി എത്ര ഫംഗ്ഷൻസ് ഉണ്ടോ അതിലൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, വൈ എന്നുള്ളത് മെയിൻ ഫംഗ്ഷന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത്.
പറഞ്ഞാൽ. ഇനി നോക്കൂ, വോയിഡ് പ്രോഡക്റ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്തു. ഇതൊരു ഫംഗ്ഷൻ ഡിക്ലറേഷനാണ്. ഇതെവിടെ കൊടുത്തിട്ടുള്ളത്? മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ അല്ലേ? മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്തത് കൊണ്ട് എന്തായിരിക്കും? ലോക്കൽ ഫംഗ്ഷൻ. ഈ പ്രോഡക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സമ്മിൽ ഉപയോഗിക്കാൻ പറ്റില്ല. മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ലോക്കൽ ഗ്ലോബൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ലോക്കൽ വേരിയബിളാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഗ്ലോബലും ലോക്കലും വേരിയബിൾസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഒരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, അതുപോലെ ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് ഇതിൽ ഗ്ലോബലാണ് ഇത് ലോക്കലാണെന്ന് എഴുതി വയ്ക്കുക. അതുപോലെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഒരു ഫംഗ്ഷൻ പുറത്ത് ഡിഫൈൻ ചെയ്യുക. ഇതുപോലെ ഒരു പ്രോട്ടോടൈപ്പ് പ്രോട്ടോടൈപ്പ് ഇവിടെ ഉള്ളിൽ കൊടുക്കുക. ഇത് ലോക്കലായിരിക്കും, അത് ഗ്ലോബലായിരിക്കും. സോ ആൻസർ മസ്റ്റ് ബി വെരി ക്ലിയർ. ഓക്കെ, നിങ്ങൾക്കതറിയാം എന്നുള്ളത് എക്സാമിനറിന് അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ കോൾസ്. ഫംഗ്ഷൻ കോളിൽ ഉപയോഗിക്കുന്ന കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് രീതികൾ താരതമ്യം ചെയ്യുക. അത് ഞാൻ പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ആം റിപ്പീറ്റിംഗ് ദി സെയിം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മലയാളത്തിലുള്ള ടേബിൾ തരുന്നുണ്ട്. മലയാളത്തിൽ ആൻസർ എഴുതുന്ന എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അതും വളരെ ഉപകാരപ്രദമായിരിക്കും. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷും തന്നിട്ടുണ്ട്. ഇനി 4 ഡിഫറൻസ് ആണ് ഇവിടെ തരുന്നത്. നമുക്കൊന്ന് പെട്ടെന്നൊന്നുകൂടി ഓടിച്ച് നോക്കാം. കോൾ ബൈ വാല്യൂലാണെങ്കിൽ ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. സാധാരണ വേരിയബിളാണ്, സാധാരണ വേരിയബിളാണ് നമ്മൾ ഫോർമൽ പാരാമീറ്ററായിട്ട് ഉപയോഗിക്കുക. സാധാ വേരിയബിൾ. ഓക്കെ, ഇൻഡ് എക്സ് പ്ലോട്ട് വൈ. റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. റെഫറൻസ് വേരിയബിൾ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, കോൾ ബൈ റെഫറൻസിൽ ഉപയോഗിക്കുക. ആ പേരിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്. റെഫറൻസ് വേറൊരു പേര് അല്ലേ? റെഫറൻസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു പേരാണ്, റെഫറൻസ് ആണ് പാസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാവാം കോൾ ബൈ വാല്യൂയിൽ? അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സം ഓഫ് എക്സ് അങ്ങനെ കോൾ ചെയ്യുമ്പോൾ ആ എക്സ് എന്നുള്ളത് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെ ടൈപ്പ് ആവാം? ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാവാം? കോൺസ്റ്റൻസോ വേരിയബിൾസ് എക്സ്പ്രഷൻസ് ആവാം. ബട്ട് ഇൻ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് മസ്റ്റ് ബി വേരിയബിൾസ് ഓൺലി. വേരിയബിളുകൾ മാത്രമേ ആകാവൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വേരിയബിൾ മാത്രമേ കോൾ ബൈ റെഫറൻസിൻ്റെ പാരാമീറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആക്ച്വൽ പാരാമീറ്റർ. ആൻഡ് തേർഡ് ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആ കോൾ ബൈ വാല്യൂയും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു കോൾ ബൈ വാല്യൂ ഒരു കോപ്പിയിലാണ് വർക്ക് ചെയ്യുക, ഇതാണെങ്കിൽ ഒറിജിനലിൽ റെഫറൻസിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ കോപ്പിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോപ്പിയിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ദി ചേഞ്ചസ് മെയ്ഡ് ഇൻ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. കോപ്പിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ മാറ്റം വരില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഫോട്ടോ കോപ്പി എടുക്കാൻ കൊടുത്ത കേസൊക്കെ പറഞ്ഞു അല്ലേ? ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ കോപ്പിയിലാണ് വർക്ക് ചെയ്യുമെങ്കിൽ മാറ്റം ഒറിജിനലിൽ വരില്ല. മറ്റേ റെഫറൻസ് ആണെങ്കിലോ ഒറിജിനലിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ മാറ്റം റിഫ്ലക്റ്റ് ചെയ്യും. ചേഞ്ചസ് ഇൻ മെയ്ഡ് ഇൻ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു റിഫ്ലക്റ്റ് പ്രതിഫലിക്കും. ഡു റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ മാറ്റം പ്രതിഫലിക്കും, ഇവിടെ മാറ്റം പ്രതിഫലിക്കുന്നില്ല, കോപ്പിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദി ലാസ്റ്റ് ഡിഫറൻസ് ഇസ് എക്സ്ക്ലൂസീവ് മെമ്മറി ഈസ് റിക്വയേർഡ് ഫോർ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിന് ഒരു മെമ്മറി ഉണ്ടാവും, അതുപോലെ തന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റിന് വേറൊരു സെപ്പറേറ്റ് പ്രത്യേക മെമ്മറി വേണം. സോ പ്രത്യേക മെമ്മറി ആവശ്യമുണ്ട് ഫോർമൽ ആർഗ്യുമെൻറ്റിന്. ഫോർമൽ ആർഗ്യുമെൻറ്റിന് അതാണ് നമ്മൾ എക്സ് സം ഓഫ് എക്സ് എന്ന് വിളിച്ചപ്പോൾ എക്സിന് ഒരു മെമ്മറി ഉണ്ടാവും, അത് കോൾ ബൈ വാല്യൂ ചെയ്യുമ്പോൾ എന്നിലേക്ക് പോകും. അപ്പോൾ എന്നിന് വേറൊരു സെപ്പറേറ്റ് മെമ്മറി വേണം. രണ്ടിനും ഒന്നല്ല, ഡിഫറെൻറ്റ് മെമ്മറിയാണ്, സെപ്പറേറ്റ് മെമ്മറി വേണം. നേരെ മറിച്ച് കോൾ ബൈ റെഫറൻസ് ആകുമ്പോൾ റെഫറൻസ് അല്ലേ, ഒരാളുടെ തന്നെ വേറൊരു പേരാണ്, അപ്പോൾ മെമ്മറി സെയിം ആണ്, അപ്പോൾ ഒരേ മെമ്മറിയാണ് ഉപയോഗിക്കുക. സോ യഥാർത്ഥ ആർഗ്യുമെൻറ്റുകളുടെ മെമ്മറി ആർഗ്യുമെൻറ്റ്സുകൾ പങ്കിടുന്നു. ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ഷെയർ ചെയ്യാണ് ചെയ്യുക. സെപ്പറേറ്റ് മെമ്മറിയുടെ ആവശ്യമില്ല. അങ്ങനെ എഴുതിയാലും മതി. സെപ്പറേറ്റ് മെമ്മറി വേണം, സെപ്പറേറ്റ് മെമ്മറി വേണ്ട ആർഗ്യുമെൻറ്റ്സിനെന്ന് പറഞ്ഞാൽ മതി, ഫോർമൽ ആർഗ്യുമെൻറ്റ്സിനും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനും. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ 2 മാർക്കിന് 2 ഡിഫറൻസ് എഴുതാനായിട്ട് പറയും, 3 മാർക്കിന് 3 ഡിഫറൻസ് എഴുതാനായിട്ട് പറയും. അങ്ങനെ ഏത് പാർട്ടിലായാലും, പാർട്ട് എ ബി സി ഏതിലാണെന്നുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. In C++, function can be invoked without specifying all its arguments. How?
ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ 5 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ കോളിലും 5 ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം. 3 എണ്ണമാണെങ്കിൽ 3 എണ്ണം. പക്ഷേ അതില്ലാതെയും ചെയ്തുകൂടെ? ഫംഗ്ഷൻ ഡെഫിനിഷനിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ നമ്മൾ 5 ആർഗ്യുമെൻറ്റ്സ് കൊടുത്താൽ ഫംഗ്ഷൻ കോളിൽ നമുക്ക് ഒന്നും ഇല്ലാതെ കൊടുക്കാം. 2 ആർഗ്യുമെൻറ്റ്സ് വെച്ച് വിളിക്കാം, 3 ആർഗ്യുമെൻറ്റ്സ് വെച്ച് വിളിക്കാം. ഓക്കെ. C++കളിൽ ആർഗ്യുമെൻറ്റുകൾ എടുത്ത് പറയാതെ ഫംഗ്ഷൻ വിളിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ്. ഡിഫറെൻ്റ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എങ്ങനെ കോൾ ചെയ്യാം? യെസ്, യൂസിങ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അതിനാണ് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ഇൻറ്റ് എ ഇൻറ്റ് ബി ഈക്വൽ ടു 0, ഇൻറ്റ് സി ഈക്വൽ ടു 0 എന്നൊക്കെ കൊടുത്തത്. അതിൽ ഇനീഷ്യലൈസ് ചെയ്ത ഫോർമൽ ആർഗ്യുമെൻറ്റിനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് ചെയ്യുക. ബിക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ബിക്ക് വാല്യൂ ഒന്നും കൊടുക്കാത്ത കേസിൽ 0 എന്നുള്ള വാല്യൂ വെച്ച് വർക്ക് ചെയ്യും ആ കേസിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഡീഫോൾട്ടായിട്ട് വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിനെയാണ്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സിനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. ദി ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും വി ക്യാൻ കോൾ എ ഫംഗ്ഷൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. ഒരു ഫംഗ്ഷനെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൽ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലുക്ക് അറ്റ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, സം തന്നിട്ടുള്ളൊരു ഫംഗ്ഷൻ. ഇൻറ്റ് സം ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി ഈക്വൽ ടു 0 ഇൻറ്റ് സി ഈക്വൽ ടു 0. ഇപ്പോൾ ആർഗ്യുമെൻറ്റ്സ് 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ. ദെൻ ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇസ് റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി. എയും ബിയും സിയും ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ. എ ബി സി വാല്യൂ ഇവിടെ കിട്ടും, അത് സം കണ്ടിട്ട് റിട്ടേൺ ചെയ്യാം. ആ ഫംഗ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ. ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ദി ഫംഗ്ഷൻ റിഗാർഡിംഗ് ദി പാരാമീറ്റർ ലിസ്റ്റ്? പാരാമീറ്റർ ലിസ്റ്റിനെ സംബന്ധിച്ച് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഫംഗ്ഷന് വല്ല പ്രത്യേകതയുണ്ടോ പാരാമീറ്റർ ലിസ്റ്റ് നോക്കുമ്പോൾ? സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഗിവ് ദി ഔട്ട്പുട്ട്സ് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ കോൾസ് ബൈ എക്സ്പ്ലെയിനിങ് ഇറ്റ്സ് വർക്കിംഗ്. ഔട്ട്പുട്ട് 4 ഫംഗ്ഷൻ കോൾസ് തന്നിട്ടുണ്ട് ഈ ഫംഗ്ഷൻ, മുകളിൽ കൊടുത്ത ഫംഗ്ഷൻ്റെ. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എഴുതുക, അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടിയെന്നുള്ളത് ആ വർക്കിംഗ് ഒന്നും കൂടി ഒന്ന് പറയണം. ആൻഡ് ഗിവ് റീസൺ ഇഫ് ദി ഫംഗ്ഷൻ കോൾ ഇസ് റോങ്. ഫംഗ്ഷൻ കോൾ തെറ്റാണെങ്കിൽ അതിൻ്റെ കാരണം എഴുതുക. ചില ഫംഗ്ഷൻ കോൾ തെറ്റായിരിക്കും, അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് കൂടിയും പറയണം. ഓക്കെ. Now come to the question. What is the speciality of the function regarding the parameter list? അല്ലെ, പാരാമീറ്റർ ലിസ്റ്റ് എന്താണ്? എ ബി ഈക്വൽ ടു 0, സി, ഇത് സി ആണ്, സി ഈക്വൽ ടു 0. അപ്പോൾ ഈ പാരാമീറ്റർ ലിസ്റ്റിൽ പാരാമീറ്റേഴ്സിന് വല്ല പ്രത്യേകതയുണ്ടോ? യെസ്. എന്താണ്? ബിക്കും സിക്കും വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലേ? ബി ആൻഡ് സി വാല്യൂസ് ആർ ഇനീഷ്യലൈസ്ഡ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആർഗ്യുമെൻറ്റ്സിന് എന്താ പറയുക? യെസ്, ഇനീഷ്യലൈസ് ചെയ്ത ഫോർമൽ ആർഗ്യുമെൻറ്റ്സിനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. സോ അതിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ദിസ് ഈസ് എ ഫംഗ്ഷൻ വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഉള്ളൊരു ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ. അതിൽ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്? ബി ആൻഡ് സി. അപ്പോൾ ആൻസർ ഇങ്ങനെ എഴുതണം: ഫംഗ്ഷൻ വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ. ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഗിവ് ദി ഔട്ട്പുട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സി ഔട്ട് സം ഓഫ് 1, 2, 3. ഈ സം എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും അല്ലെ, ആർഗ്യുമെൻറ്റ്സ് അതേപോലെ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ സി ഔട്ടിലാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ. സം ഓഫ് 1, 2. അപ്പോൾ 1 എന്നുള്ളത് എങ്ങോട്ട് പോകും? 1 എന്നുള്ളത് എയിലേക്ക് പോകും, 2 എന്നുള്ളത് ബിയിലേക്ക് വരും, 3 എന്നുള്ളത് സിയിലേക്ക് വരും അല്ലേ. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആർ പാസ്ഡ് ടു ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ കോൾ ബൈ വാല്യൂ ആണ്, അപ്പോൾ വാല്യൂ അങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 1. ബിയുടെ വാല്യൂ 0 എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ ഇവിടെ 2 എന്നുള്ള വാല്യൂ പാസ് ചെയ്ത് വരുന്നുണ്ടല്ലോ, അപ്പോൾ ബി 2ലാണ് വർക്ക് ചെയ്യുക. ഇവിടെ വാല്യൂസ് പാസ് ചെയ്ത് വരുന്നില്ലെങ്കിലാണ് 0യിൽ വർക്ക് ചെയ്യുക. സോ ബിയുടെ വാല്യൂ 2, സിയുടെ വാല്യൂ അതേപോലെ തന്നെ 3 ആണ്, 0 അല്ല. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും ചെയ്യുക? റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ എന്താണ്? എയുടെ വാല്യൂ 1 പ്ലസ് ബി 2 സി 3. അപ്പോൾ 1 + 2 + 3 6 എന്നാണ് ഈ ഫംഗ്ഷൻ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുക. അപ്പോൾ 6 ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിലെ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ സി ഔട്ട് ഇവിടെ 6 ഡിസ്പ്ലേ 6. സോ ദി ഔട്ട്പുട്ട് ഇസ് 6. ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ദി വാല്യൂ 1 is passed to എ അല്ലെ, 1 എന്നുള്ള വാല്യൂ എയിൽ അങ്ങനെ എഴുതിയാലും മതി. 1 is passed to എ, ബി 2 is passed to ബി, 3 is passed to സി. എന്നിട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യും, അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ. ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് അതിലെ
സി ഔട്ട് സം ഓഫ് 5,2. 5,2 5 ആണ് ആദ്യത്തെ വാല്യൂ. അപ്പോൾ ഇതുപോലെ 5 എന്നുള്ള 5 എന്നുള്ള വാല്യൂ അങ്ങോട്ട് പാസ് ചെയ്യും, എയിലേക്ക് വരും അല്ലേ. 5 എന്നുള്ള വാല്യൂ എയിലേക്ക് വരും, 2 എന്നുള്ള വാല്യൂ അങ്ങോട്ട് വരും, ബിയിലേക്ക് വരും. സിയിലേക്ക് ഇവിടെ വാല്യൂ പാസ് ചെയ്യുന്നുണ്ടോ? സിയിലേക്ക് ഇവിടെ വാല്യൂ ഒന്നും പാസ് ചെയ്യുന്നില്ല. സോ സി വർക്ക്സ് വിത്ത് വാല്യൂ 0 അല്ലെ. 2 ആർഗ്യുമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വാല്യൂ ആദ്യത്തെ ആർഗ്യുമെൻറ്റിലേക്കും രണ്ടാമത്തെ വാല്യൂ രണ്ടാമത്തെ ആർഗ്യുമെൻ്റായ ബിയിലേക്കും വരും. അപ്പോൾ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 2. സിയോ? സിക്ക് വാല്യൂ ഒന്നും ഇല്ല, അതുകൊണ്ട് ഡീഫോൾട്ട് വാല്യൂവിൽ വർക്ക് ചെയ്യും. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? എയുടെ വാല്യൂ 5 പ്ലസ് ബി 2. 5 പ്ലസ് 2 പ്ലസ് 0 എത്രയാണ്? 7. രണ്ടാമത്തെ കേസിൽ 7 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനേഷൻ കഴിഞ്ഞു. അപ്പോൾ കൺട്രോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ സോ ദി റിസൾട്ട് ഇസ് 7. ഓക്കെ, റിസൾട്ട് 7. ദി വാല്യൂ ഇസ്, അതിൻ്റെ റീസൺ എന്താണ്? ദി വാല്യൂ 5 ഇസ് പാസ്ഡ് ടു എ, 2 ഈസ് പാസ്ഡ് ടു ബി, സി വർക്ക്സ് വിത്ത് ഡീഫോൾട്ട് വാല്യൂ. സിക്ക് വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡീഫോൾട്ട് വാല്യൂവിൽ വർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സി ഔട്ട് സം. സി ഔട്ട് സം ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഈ കേസിൽ എന്താ ചെയ്യുക? സം ആർഗ്യുമെൻറ്റ്സ് പാസ്, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും, വാല്യൂസ് പാസ് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു വാല്യൂ എങ്കിലും പാസ് ചെയ്യണം. കാരണം എ എന്നുള്ളത് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് അല്ല. എ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതിന് എ ഡീഫോൾട്ട് വാല്യൂ അല്ല എന്നുണ്ടെങ്കിൽ ഈ കേസിൽ എക്ക് വാല്യൂ ഒന്നും പാസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എയിലേക്ക് വാല്യൂ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വിളിക്കാൻ പറ്റില്ല, റോങ് ആണ് ഫംഗ്ഷൻ കോൾ. ഒരു വാല്യൂ എങ്കിലും ഇതിലേക്ക് പാസ് ചെയ്യണം. കാരണം ബിക്കും സിക്കും വാല്യൂ പാസ് ചെയ്തിട്ടില്ലെങ്കിലും 0 വെച്ച് വർക്ക് ചെയ്യും ബിയും സിയും. പക്ഷേ എക്ക് എന്തായാലും ഒരു വാല്യൂ കൊടുക്കണം. സോ ദിസ് ഫംഗ്ഷൻ മസ്റ്റ് ബി കോൾഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 വാല്യൂ. ഒരു വാല്യൂ വെച്ചിട്ടെങ്കിലും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. സോ ഹിയർ ദി ക്വസ്റ്റ്യൻ ഇസ്, ദി ഫംഗ്ഷൻ കോൾ ഇസ് റോങ് ബിക്കോസ് ദി ഫംഗ്ഷൻ മസ്റ്റ് ബി കോൾഡ് വിത്ത് മിനിമം 1 വാല്യൂ. ഒരു വാല്യൂ എങ്കിലും വെച്ചിട്ട് വേണം ഫംഗ്ഷനെ കോൾ ചെയ്യാൻ. എക്ക് വാല്യൂ വേണം. ഇനിയിപ്പോൾ എ എന്നുള്ളതും ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിരുന്നു വിചാരിക്കാം. എ ഈക്വൽ ടു 20 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കാം. എല്ലാതും ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആണ്. 3 ആർഗ്യുമെൻറ്റ്സ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, ഓ ബ്രാക്കറ്റിലൊന്നും ഇല്ലാതെ വിളിക്കാം. 3 ആണെന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷെ ഇവിടെ 3 എണ്ണം ഇല്ല, ഒരെണ്ണം സാധാരണ വേരിയബിൾ ആണ്. അപ്പോൾ അതിലേക്ക് വാല്യൂ പാസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സി ഔട്ട് സം ഓഫ് 0. സി ഔട്ട് സം ഓഫ് 0. അപ്പോൾ അവിടെ എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്? ഒരു ആർഗ്യുമെൻ്റ് ആണുള്ളത് അല്ലേ, ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ ആ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ 0 എന്നുള്ള വാല്യൂ എങ്ങോട്ട് പാസ് ചെയ്യും? ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് എയിലേക്ക് വരും അല്ലേ. 0 എന്നുള്ള വാല്യൂ എയിലേക്ക് വരും. ബിക്ക് വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സിയിൽ വർക്ക് ചെയ്യും, 0യിൽ വർക്ക് ചെയ്യും. സിക്ക് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഡീഫോൾട്ടായിട്ടുള്ള 0യിൽ വർക്ക് ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ 0 കിട്ടും, ബിയുടെ വാല്യൂ 0, സിയുടെ വാല്യൂ 0. അപ്പോൾ 0 + 0 + 0 0. 0 എന്നാണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക. സോ ദി ആൻസർ ഇസ് 0. Because the value 0 is passed to A, B and C work with value default value 0. ബിയും സിയും ഡീഫോൾട്ട് വാല്യൂവിൽ വർക്ക് ചെയ്യും. എക്ക് 0 എന്നുള്ള വാല്യൂ പാസ് ചെയ്യും. അപ്പോൾ ആൻസർ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് 0 ആണ്. ക്ലിയർ ആയല്ലോ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റിൻ്റെ വർക്കിംഗ്? വാല്യൂ ലിസ്റ്റിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ, ഫംഗ്ഷൻ കോളിലും ഇതുപോലെ ഫംഗ്ഷൻ കോളിലും ഫംഗ്ഷൻ ഡെഫിനിഷനിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ വെച്ച് വർക്ക് ചെയ്യും. അല്ല കറക്റ്റായിട്ട് ഇതുപോലെ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ വാല്യൂവിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഇതുപോലെ ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദി 11th ക്വസ്റ്റ്യൻ ഇസ്, നേരത്തെ പോലെ ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ ഇസ് ഗിവൺ ഇൻറ്റ് ഫൺ ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ്. ഇത് ഇൻറ്റ് എന്നാണ് കേട്ടോ, ഇൻറ്റ് ആണ്. ഇവിടെ ഇൻറ്റ് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഇൻറ്റ്, ഇവിടെയും ഇൻറ്റ് ആണ്. ഓക്കെ, ഇൻറ്റ് ഫൺ ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദി ഫോളോയിങ് ഫംഗ്ഷൻ കോൾസ് ആർ വാലിഡ്, ഗീവ് റീസൺ ഫോർ ഈച്ച്. അതിൽ ഒന്നാമത്തത് ഫംഗ്ഷൻ കോളാണ് ഇതെല്ലാതും. ആ ഫംഗ്ഷൻ കോളൊക്കെ തെറ്റാണ്. ഈ ഫംഗ്ഷനെ ഇൻറ്റ് ഫൺ ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷനെ തെറ്റായ രീതിയിൽ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഫൺ ഓഫ് ഹെലോ കോമ 4.
ഓക്കെ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് അതെന്ന് നോക്കിയാൽ തന്നെ അറിയാലോ. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻഡ് ആണ്, 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ പ്രോട്ടോടൈപ്പിൽ കൊടുത്തു. ബട്ട് വെൻ വി ആർ കോളിംഗ് ദി ഫംഗ്ഷൻ, ഇവിടെ എന്താ ഉള്ളത്, ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ എന്താ കൊടുത്തത്, ഒരു സ്ട്രിങ് ആണ് പാസ് ചെയ്തത്. അപ്പോൾ സ്ട്രിങ് കൊടുക്കാൻ പറ്റുമോ? 2 ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻറ്റിജർ തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ അതാണ് അതിൻ്റെ മിസ്റ്റേക്ക്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റും ഇൻറ്റിജർ ആയിരിക്കണം. ദി 2 ആർഗ്യുമെൻറ്റ്സ് മസ്റ്റ് ബി ഇൻറ്റിജർ. 2 ആർഗ്യുമെൻറ്റ്സും ഇൻറ്റിജർ ആയിരിക്കണം. അതാണ് അതിലെ തെറ്റ്. ഓക്കെ. ഇനി അതല്ല, അതിൽ വേറൊരു പ്രശ്നം കൂടി ഉള്ളത്, അതും എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്ന കേസിൽ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഇൻറ്റിജറോ ഫ്ലോട്ടോ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്ന കേസിൽ വെറുതെ നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് വിളിക്കാൻ പറ്റില്ല. ഒന്നുകിൽ സി ഔട്ടിലോ അല്ലെങ്കിൽ ഒരു വാല്യൂ സെറ്റ് ഈക്വൽ ടു റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യണം. ഇതേപോലെ ഒന്നുകിൽ സി ഔട്ട് ഫൺ ഓഫ് 2,4 2 ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്തുകൊണ്ട് സി ഔട്ടിൽ വിളിക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു ഫൺ ഓഫ് 2,4 നമ്മൾ 2ൻ്റെയും 4ൻ്റെയും സമ്മ് കണ്ടിട്ട് അത് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യണം. ഇതിൽ 3 രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം 2-3 മിസ്റ്റേക്ക് നമുക്കതിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി, സി ഔട്ട് ഫൺ അല്ലേ. ബി രണ്ടാമത്തെ എന്താണ്? സി ഔട്ട് ഫൺ എന്നുള്ള ഫംഗ്ഷൻ. ഫൺ എന്നുള്ള ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഒന്നുമില്ല. അപ്പോൾ ബ്രാക്കറ്റിൽ ഒന്നും ഇല്ലാതെ വിളിക്കാൻ പറ്റില്ലല്ലോ, കാരണം 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം. ഇത് ഡീഫോൾട്ട് ആയിരുന്നു എങ്കിൽ, ഇവിടെയും ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ഈ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ വിളിക്കാം. പക്ഷേ ഈ കേസിൽ പറ്റില്ല. 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് മസ്റ്റ് ബി പാസ്ഡ്. ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം. 2 വാല്യൂസ് കിട്ടണ്ടേ. 2 വാല്യൂസ് വേണം, ആ വാല്യൂവിലാണ് വർക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ വാല്യൂസ് ഒന്നും പാസ് ചെയ്യുന്നില്ല, 2 നമ്പേഴ്സ് പാസ് ചെയ്യണം. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാൽ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് 2.5, 3.3. ഇവിടെ വളരെ ഈസി അല്ലേ. ഇവിടെ 2 ഇൻറ്റിജർ ആണ് പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെയാണ് ഫ്ലോട്ടാണ്, 2 ഫ്ലോട്ടാണ്. അതിൻ്റെ സിൻടാക്സും അല്ലെങ്കിൽ അതുപോലെ യൂസേജ് ഒക്കെ കറക്റ്റാണ്. വാൽ ഈക്വൽ ടു കണ്ടോ, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന കേസിൽ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, റിസൾട്ട് ഈക്വൽ ടു എന്ന് കൊടുക്കണം. അതുപോലെ വാൽ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫ്ലോട്ട് പറ്റില്ല, രണ്ടും എന്തായിരിക്കണം, ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ. സോ ഫ്ലോട്ട് വാല്യൂ ക്യാൻ നോട്ട് ബി പാസ്ഡ്. ഫ്ലോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല, ഇൻറ്റിജർ തന്നെ ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ഇൻ ഗ്രേറ്റർ ദാൻ ഫൺ ഓഫ് എ കോമ ബി. ഇങ്ങനെ നമുക്ക് സി എന്നിൽ നമുക്ക് ഫംഗ്ഷൻ കോൾ ഒന്നും പറ്റില്ല. സി ഇൻ കഴിഞ്ഞിട്ട് സി ഇൻ ഗ്രേറ്റർ ദാൻ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും വേരിയബിൾസേ പറ്റുള്ളൂ. സി ഇൻ ഗ്രേറ്റർ ദാൻ എ, ഗ്രേറ്റർ ദാൻ ബി, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ നെയിം, അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻ കോൾ ഒന്നും സി എന്നിൽ പറ്റില്ല. അത് സി ഔട്ടിൽ മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. സി എന്നിൽ നമുക്ക് വേരിയബിൾസ് ഇൻപുട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സി ഇൻ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. സി ഔട്ട് ആയിരിക്കണം. ദി ഫംഗ്ഷൻ കനോട്ട് ബി കോൾഡ് ഇൻ സി ഇൻ സ്റ്റേറ്റ്മെൻറ്റ്. സി ഇൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റില്ല. സീന് നമ്മൾ എന്തിനാ ഉപയോഗിക്കാം? കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ വേരിയബിളിലേക്കല്ലേ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ സി ഇൻ കഴിഞ്ഞിട്ട് അവിടെ എന്തു മാത്രമേ വരാൻ പറ്റുള്ളൂ? വേരിയബിൾസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻ ആവാൻ പാടില്ല, കോൺസ്റ്റൻസോ എക്സ്പ്രഷനോ ഒന്നും ആവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ സി ഇന്നിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പാടില്ല. ആൻഡ് ലാസ്റ്റ് z ഈക്വൽ ടു, ഇവിടെ z ആണ്, z ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് 3. ഇത് നിങ്ങൾക്ക് തന്നെ പറയാലോ, എന്തായിരിക്കും? ഫൺ ഓഫ് 3 ഒരു ആർഗ്യുമെൻ്റ് ഉള്ളൂ, പക്ഷെ ഇവിടെ 2 എണ്ണം വേണം. അപ്പോൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം, 2 ഇൻറ്റിജേഴ്സ് വേണം എന്നുള്ളതാണ് ഇവിടെ കറക്ഷൻ. ഫംഗ്ഷൻ കോൾ നീഡ് 2 ഇൻറ്റിജേഴ്സ്, കോൾ 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് വേണം. 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം. ഈ 2 അല്ല കേട്ടോ, നീഡ് 2 ഇൻറ്റിജർ വാല്യൂസ്, 2 ഇൻറ്റിജർ വാല്യൂസ് വേണം പാസ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനേഷനും ഫംഗ്ഷൻ കോളൊക്കെ പ്രോട്ടോടൈപ്പൊക്കെ എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഹൗ എ ലോക്കൽ ഫംഗ്ഷൻ ഡിഫേഴ്സ് ഫ്രം എ ലോക്കൽ ഫംഗ്ഷൻ. ഒരു ലോക്കൽ ഫംഗ്ഷനും ഗ്ലോബൽ ഫംഗ്ഷനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ലോക്കൽ ഫംഗ്ഷൻ്റെയും ഗ്ലോബൽ ഫംഗ്ഷൻ്റെയും ഡിഫറൻസ്. ഓക്കെ. അത് നമ്മൾ സ്കോപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോക്കൽ ഫംഗ്ഷൻ്റെ ഡിഫറൻസ്. ഒന്നാമത്തെ, ലോക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും? ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും. ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫംഗ്ഷൻ്റെയോ ഒരു ബ്ലോക്കിൻ്റെയോ ഉള്ളിലായിരിക്കും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. മറ്റതെന്തായിരിക്കും? ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓഫ് ഓൾ ദി ഫംഗ്ഷൻസ്, എല്ലാ ഫംഗ്ഷൻസിൻ്റെയും പുറത്തായിരിക്കും ഗ്ലോബൽ. ലോക്കൽ വേരിയബിൾ പറഞ്ഞ പോലെ തന്നെ ഇതിവിടെ മലയാളത്തിലും പറയുന്നുണ്ട്, ആക്സസിബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ബ്ലോക്ക് ഓർ
ഫംഗ്ഷൻ. എവിടെയാണോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ആക്സസിബിൾ ബൈ ഓൾ ഫങ്ഷൻസ് ഇൻ ദി പ്രോഗ്രാം. ഗ്ലോബൽ ആകുമ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ ഫങ്ഷൻസിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത്. ഒന്ന്, ലോക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻസിൻ്റെ പുറത്തായിരിക്കും. ലോക്കൽ എന്ന് പറയുമ്പോൾ എവിടെയാണോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.